നമ്മളെ പിഞ്ചു മക്കള്, ആ ചെറിയ കുരുന്നു മക്കള് അങ്ങ് വളർന്ന് 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 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും മദ്രസ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. അതിന് കഠിനാധ്വാനം ചെയ്യുന്ന ദാരിമി ഉസ്താദും സ്റ്റാഫ് ഉസ്താദുമാരുകളൊക്കെ ഇവിടെ ഉണ്ട്. എത്ര കൊല്ലമായി മദ്രസ, അൽഹംദുലില്ലാ. നമ്മുടെ മദ്രസയിൽ പഠിച്ചു വരുന്ന മക്കൾ അല്ലാഹു തആല അവർക്കൊക്കെ നല്ല നാഫിയായിൽ മേറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മളെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ. മൂന്നാമത്തെ ഒരു വിഷയത്തിലേക്ക് നമ്മുടെ നാട്ടുകാർ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അതെന്താണ്? ഹിഫ്ദുൽ ഖുർആൻ, തഹ്ഫീദുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാടമാക്കുക. നേരത്തെ വന്യരായ തങ്ങളവர்கள் ഓർമ്മപ്പെടുത്തിയില്ലേ? ഹിഫ്ദുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാടമാക്കൽ അത് ചില്ലറ വിഷയമല്ല. അതിന്റെ 2 ഭാഗവും ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഒന്നെന്താണ്? ഹിഫ്ദുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാടമാക്കൽ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിൽ ഹിഫ്ദ് ഉണ്ടാകണം, ഖുർആൻ ഉണ്ടാകണം. ഈ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്താൻ, ഒരൽപ്പം ഖുർആനെങ്കിലും ഞങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഖുർആൻ മനസ്സിലില്ലാത്ത ഖൽബ് ഖബർ പോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഖബർ കണ്ടില്ല, എൻ്റെ അവിടെ ഒന്നുമില്ല, മയ്യത്ത് തിരിച്ചു പോയാൽ ഒരു ഗോള മാത്രമാണ്. ഇതുപോലെയാണ് ഈ മനുഷ്യന്റെ മനസ്സ്. ഖുർആൻ ഇല്ലെങ്കിൽ മനസ്സിലേക്ക് കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ ഒരൽപ്പമെങ്കിലും നമ്മൾ ഈ ഖൽബിന്റെ അകത്ത് ഉണ്ടാകണം. ഒരു ചെറിയ ചെറിയ സൂറത്തെങ്കിലും മനഃപ്പാടമാക്കണം. ആ നൂറാനിയത്താകുന്ന പ്രകാശം നമ്മളെ ഖൽബിൽ ഉണ്ടാകണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, പഴയ കാലത്തുള്ളവർക്കൊക്കെ യാസീൻ അറിയാം, നന്നായിട്ട് യാസീൻ ഓതാൻ അറിയാം. അക്ഷരം വായിക്കാൻ അറിയാത്തവർ, ഖുർആന്റെ അക്ഷരം വായിക്കാൻ അറിയാത്തവരും പഴയ വയസ്സന്മാർക്ക് നന്നായിട്ട് യാസീൻ അറിയാം. ഉദാഹരണം എൻ്റെ ബാപ്പയാണ്. എൻ്റെ ബാപ്പക്ക് അക്ഷരം വായിക്കാൻ അറിയില്ല. പഴയ കാലത്തുണ്ടായ മദ്രസകൾ അങ്ങനെയല്ല, ഓത്തുപള്ളികൾ. പക്ഷേ ബാപ്പാന് യാസീൻ അറിയോ? നിങ്ങൾക്ക് യാസീൻ ഇങ്ങനെ ഓതും. ഓതി ആരെങ്കിലും വന്നാൽ എവിടെ പകുതിയെ വെച്ച് അവിടെ എത്തി സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ വന്നവർ നന്നായി ഉപ്പാനെ കൂടെ നന്നായി എത്രടക്കം തിന്നും. വരുന്ന ഉപ്പാനെ പെട്ടിയിലുണ്ട്, അവർ അടക്കം എത്രയും ഇതുണ്ടല്ലോ നമ്മളെ ചപ്പ്, കുനിയൻ ചപ്പ്. ആ കുനിയൻ ചപ്പും എല്ലാം റെഡിയാക്കിയിട്ട് വെക്കും. വന്നവരൊക്കെ 4-5 പ്രാവശ്യം ഒന്നിച്ചിരുന്ന് തിന്നും. അവർ പോയിട്ട് അമ്മ നേരത്തെ വെച്ചെന്ന് അപ്പുറം ഓതും, നേരത്തെ വെച്ചെന്ന് അപ്പുറം ഓതും. അക്ഷരം വായിക്കാൻ അറിയില്ല. യാസീന് നന്നായി പാരായണം ചെയ്യും. അങ്ങനെ എത്ര പേരുണ്ട്? യാസീന് നമ്മളെ കൽബിൽ ഉണ്ടാകണം. ചെറിയ ചെറിയ സൂറത്തുകൾ നമ്മളെ കൽബിൽ ഉണ്ടാകണം. അള്ളാഹിന്റെ ഖുർആനാകുന്ന കലാമിൽ നിന്ന് ഒരു അല്പമെങ്കിലും നമ്മൾ ഈ കൽബിൽ ഇല്ലെങ്കിൽ കൽബിലായിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഈ കൽബ് മനുഷ്യനിക്ക് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇത് ഹറാം സൂക്ഷിക്കാനുള്ളതാണോ? ഹറാമായ പ്രേമം വെക്കാനുള്ളതാണോ? അന്യപ്പെണ്ണിനെ സൂക്ഷിക്കാനുള്ളതാണോ? വേണ്ടാത്ത ചിന്തകൾ വെക്കാനുള്ളതാണോ? ഈ ആത്മാവ് റബ്ബിന്റെ മുമ്പിലേക്ക് പോകാനുള്ളതല്ലേ? ആ റബ്ബിന്റെ മുമ്പിലേക്ക് പോകാനുള്ള ആത്മാവ് അതിന്റെ അകത്ത് പരിശുദ്ധ ഖുർആൻ ഒരു അല്പമെങ്കിലും സൂക്ഷിക്കാൻ കഴിയണം. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖുർആൻ മനഃപ്പാടമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കുരുന്നു മക്കള്, നമ്മളെ ചെറിയ മക്കള് ഖുർആൻ മനഃപ്പാടമാക്കുക എന്ന് പറഞ്ഞാൽ, നേരത്തെ തങ്ങൾ പറഞ്ഞു, ആ ഖുർആൻ മനഃപ്പാടമാക്കാൻ പ്രായമെത്താത്ത, പ്രായപൂർത്തിയാകാത്ത കുട്ടി, അതാണ് നമ്മളെ ചെറിയ 10, 11, 12 വയസ്സായ കുട്ടികൾ. ഈ കുട്ടികളുടെ കൽബിൽ ഒരു കലർപ്പുമില്ല. കാരണം ഇവർ ചെയ്യുന്ന തെറ്റിനെ അവർക്ക് രേഖപ്പെടുത്തുന്നില്ല, പ്രായപൂർത്തി എത്താത്തത് കൊണ്ട്. പ്രായപൂർത്തി എത്തിയാലേ തക്ലീഫ് ഉണ്ടാവുകയുള്ളൂ, ഇസ്ലാമിന്റെ കൽപ്പന ഉണ്ടാവുള്ളൂ. പ്രായപൂർത്തി എത്താത്ത കുട്ടിയുടെ കൽബിൽ ഒരു തെറ്റും രേഖപ്പെടുത്തുന്നില്ല. കറകളഞ്ഞ വെളുവെളുത്ത കണ്ണാടി ചില്ലി പോലത്തെ നല്ല കൽബ്. ആ കൽബിനെ പറ്റി മഹാന്മാർ പറയുന്നത് ഖാലുദ്ദീഹിനി എന്ന ഒഴിഞ്ഞു കിടക്കുന്ന മനസ്സ്. ആ മനസ്സിലേക്ക് ഖുർആൻ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പതിയും, അത് പെട്ടെന്ന് പതിയും. പക്ഷേ നിങ്ങൾക്കറിയുമോ, എൻ്റെ വന്യരായ ശൈഖുനാ ഉസ്താദ് കാനക്കോട് ഉസ്താദ് അവർ പറഞ്ഞു, ഖുർആൻ മനഃപ്പാടമാക്കാന്ന് പറഞ്ഞാൽ ആ മനഃപ്പാടമാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് മനസ്സിനുള്ളിൽ കയറിക്കൂടിയാൽ പിന്നെ കയറൂരി വിട്ട കുതിരയെ പോലെ എങ്ങനെ ഓടിപ്പോകുമെന്ന് പറയാൻ പറ്റൂല. കയറൂരി വിട്ട കുതിരയെ പോലെ അതെങ്ങനെ മനസ്സിന് ഓടിപ്പോകുമെന്ന് പറയാൻ പറ്റൂല. അപ്പം മനസ്സിന് എത്രയും പെട്ടെന്ന് ഓടിപ്പോകുന്ന സംഗതിയാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഖുർആൻ പോലെ ഹിഫ്ളാക്കാൻ പറ്റിയ, മനഃപ്പാടമാക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥം ലോകത്ത് വേറെയില്ല. പരിശുദ്ധ ഖുർആനേ ഉള്ളൂ. ലോകത്ത് വേറൊരു ഗ്രന്ഥമില്ല. പരിശുദ്ധ ഖുർആനെ പോലെ മനഃപ്പാടമാക്കാൻ പറ്റിയ മറ്റൊരു ഗ്രന്ഥമില്ല. പക്ഷേ മനുഷ്യന്റെ മനസ്സിന് ഒളിച്ചോടി പോവുകയാണ്. അത് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് എൻ്റെ വന്യരായ ഉസ്താദ് പെൺകുട്ടികൾ ഹിഫ്ളാക്കുന്നത് എനിക്ക് വളരെ എതിരാ. ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ വന്യരായ തങ്ങൾ പറഞ്ഞത് കേട്ടില്ല. ഇപ്പൊ നേരത്തെ അത് ഇവിടെ ആവർത്തിക്കുന്നു, ഞാൻ മനസ്സിലാക്കി. പോയപ്പോൾ തന്നെ പറഞ്ഞു, ഹിഫ്ളുൽ ഖുർആൻ ഉത്തരേന്ത്യയിലുണ്ട്, ഇങ്ങനെ ഖുർആൻ മനഃപ്പാടാക്കുക. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ ഹിഫ്ളാക്കി ഇവിടെ. ഇപ്പോൾ പെൺകുട്ടികൾക്കും തുടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. പെൺകുട്ടികളെ അവസ്ഥകൾ മുഴുവനും മറപ്പിച്ച് കളയുന്ന അവസ്ഥകളാണ്. പെൺകുട്ടികൾക്ക് മാസത്തിൽ ആർത്തവരക്തം വരുന്നുണ്ട്, പ്രസവം നടക്കാനുണ്ട്, 40 ദിവസം കടക്കാനുണ്ട്, ആ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ പിഞ്ചുമക്കളെ വളർത്താനുണ്ട്. ഇതൊക്കെയും അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് കുതിക്കുന്ന കാലങ്ങളെല്ലാം ഹിഫ്ളിനെ മറപ്പിക്കുന്ന കാലമാണ്. അതുകൊണ്ട് എൻ്റെ വന്യരായ ഉസ്താദ് പറയുന്നു, പെണ്ണുങ്ങൾക്ക് പഠിപ്പിക്കാനേ പാടില്ല, തെറ്റാണെന്നാണ് പറയുന്നത്. പഠിപ്പിക്കാനേ പാടില്ല, തെറ്റാണ്. കാരണം മറപ്പിക്കുന്ന രംഗങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എല്ലാവർക്കും ഹാഫിളാക്കാൻ വലിയ ആഗ്രഹമാണ്. കാരണം മക്കൾ ഖുർആൻ ഹിഫ്ളാക്കിയാൽ അതിന്റെ പ്രതിഫലം ചെറുതല്ലേ. നാളെ മക്കൾ ഹാഫിളായി വന്നാൽ ആ ഉപ്പമാരെ തലയിലേക്ക് നാളെ മഹ്ശറിലെത്തിയാൽ സ്വർഗത്തിൽ സ്വർണത്തിന്റെ കിരീടം ധരിപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നല്ല പ്രതിഫലമാണ് പറയുന്നത്. ഇങ്ങനെ വളരെയധികം പ്രതിഫലമുണ്ട്. ഇരിക്കട്ടെ, പക്ഷേ നിങ്ങൾക്കറിയുമോ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സഹാബത്തിനോട് ചോദിക്കുകയാണ്, സഹാബത്തെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ. തങ്ങൾ കണ്ട സ്വപ്നം ഒന്ന് പറയുമോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് വിശദീകരിക്കുകയാണ്. വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഞാനിങ്ങനെ കുറേ അത്ഭുതങ്ങൾ കണ്ടു. ആ കൂട്ടത്തിലതാ ഒരാളിങ്ങനെ മലർന്നു കിടക്കുകയാണ്. ആ മലർന്നു കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ തലയിലേക്ക് ഒരാൾ വന്നിട്ട് വലിയ പടികൂറ്റൻ കല്ല് അയാളെ തലയിലേക്ക് ഇടുകയാണ്. തല ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കല്ലങ്ങ് ഉരുണ്ടു പോകുന്നു.
ഈ മനുഷ്യൻ ഉരുണ്ടു പോകുന്ന കല്ലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തല വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങുന്നു. വീണ്ടും കല്ല് കൊണ്ടുവന്നിട്ട് ആ തലയിൽ കുത്തി പൊട്ടിക്കുകയാണ്, തലങ്ങ് പൊട്ടിത്തെറിക്കാൻ. ഇങ്ങനെ ആവർത്തിക്കുന്നത് കണ്ടപ്പോ ജിബ്രീലിനോട് ചോദിച്ചോ, ജിബ്രീൽ അതാരാണ് ശിക്ഷിക്കപ്പെടുന്നത്? ആരാണ് തലയെ പൊട്ടിക്കപ്പെടുന്നത്? ആ ശിക്ഷിക്കപ്പെടുന്ന ആൾ ആരാണ്? മലക്കുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഓ നബി, അത് ആരാണെന്നറിയുമോ? അത് ഖുർആൻ മനഃപ്പാഠമാക്കി മറന്ന ആളാണ്. ഖുർആൻ മനഃപ്പാഠമാക്കി മറന്ന ആളാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ പറഞ്ഞതിന്റെ അർത്ഥം ഹാഫിലിങ്ങളായിക്കൊള്ളുന്നല്ല യാസിൻ പഠിച്ച് മറന്നാളില്ലേ, നമുക്കത് ബാധക. തബാറക സൂറത്ത് കാണാതെ പഠിച്ച് മറന്നവരില്ലേ, നമുക്കും അത് ബാധകമാണ്. ചെറിയ ചെറിയ സൂറത്തുകൾ പണ്ട് പഠിച്ചവരില്ലേ, നമ്മൾ അതൊക്കെ പഠിച്ച് ആവർത്തിക്കാതെ പേരിൽ മറന്നുപോയില്ലേ? നമ്മളെ തലയും മാസ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് നാളെ കല്ലിട്ട് പൊട്ടിക്കാനുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞു ഹാഫിലാക്കണം, നല്ല കാര്യമാണ്. എല്ലാവർക്കും ആഗ്രഹം ഹാഫിലാക്കാനാണ്, എല്ലാവർക്കും ആഗ്രഹം ഹാഫിലാക്കാനാണ്. എന്താഗ്രഹം? ദുന്യവിയായ ആഗ്രഹമായി പോകാൻ പാടില്ല. ഇപ്പോൾ മക്കൾ ഹാഫിലായാൽ അതേ ഗൾഫിൽ പോയ ഔക്കാഫിൽ വലിയ ജോലി കിട്ടാൻ വേണ്ടി പോവാൻ. അപ്പൊ ഔക്കാഫിൽ ഇങ്ങനെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇമാമത്തിന് ജോലി കിട്ടാൻ വേണ്ടി ഒരാൾ ഇഫ്ലാക്കാൻ വേണ്ടി പോവാൻ. നേരത്തെ തങ്ങൾ പറഞ്ഞില്ലേ, അവിടെ നല്ല ജോലി കിട്ടും. ഇത് ദുനിയാവിന്റെ ലാഭമാണ്. ഒരിക്കലും ഭൗതികമായ ചിന്ത ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പിന്നെ കിട്ടിയേക്കാം, അത് വേറെ വിഷയമാണ്. പക്ഷേ നമ്മളെ പഠിപ്പിക്കാൻ അയക്കുന്ന സമയത്ത് ഈ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. നല്ല ലക്ഷ്യത്തോടെ നമ്മളെ മക്കളെ ഹാഫിലീങ്ങളാക്കണം, നല്ല ബുദ്ധിയുള്ള മക്കളെ ഹാഫിലീങ്ങളാക്കണം. എല്ലാവരും അത് നടക്കുന്ന വിഷയമല്ല. ഈ 30 ജുസിനുള്ള 6666 ആയത്തില്ലേ, ഇതൊക്കെ പഠിക്കണ്ടേ, ഇതൊക്കെ കാണാതെ പഠിക്കണ്ടേ? ഇത് എല്ലാവർക്കും പറ്റുന്ന വിഷയമാണോ? ഇഫ്ലാക്കാൻ വേണ്ടി പോയിട്ട് ഇഫ്ലാക്കാൻ കഴിയാതെ എത്ര മുത്താലിങ്ങൾ സരസിലുണ്ട്? ഹാഫിലാക്കാൻ കഴിയാതെ ഇഫ്ദുൽ ഖുർആൻ വന്ന കുട്ടികൾ ഈ സരസിലുണ്ട് അല്ലേ? ഇപ്രാവശ്യം കോളേജിൽ പോയ സഫ്വാൻ, എല്ലാവർക്കും അറിയാം സഫ്വാൻ സൈഡിൽ 3 മാസം 4 മാസം ഇഫ്ലാക്കിയിട്ട് കഴിയാതെ ഇങ്ങോട്ട് വന്നതാണ്. 7 കൊല്ലം മുമ്പ് ഇവിടെ വന്നതാണ്. ഇപ്രാവശ്യം കോളേജിൽ പോവാണ്. ഇപ്പോഴും ഈ ദർസിൽ ഇഫ്ലാക്കാൻ കഴിയാതെ വന്ന് ദർസിൽ കൂടിയ മുത്താലിമിങ്ങൾ, അത് ചില്ലറ വിഷയമല്ല. ഒരു പഠിക്കാൻ വല്ലാത്ത പ്രയാസമുണ്ട്, അത് ഇഫ്ലാക്കാൻ വല്ലാത്ത പ്രയാസമുണ്ട്. നല്ല ബുദ്ധിയുള്ള മക്കളെ ഹാഫിലാക്കി കഴിഞ്ഞാൽ ആ ഇഫ്ദ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. ഇഫ്ദ് നിലനിർത്തൽ എങ്ങനെ? ഹാഫിദാബിനെ ഗൾഫിൽ പറഞ്ഞയക്കലല്ല, ദർസിൽ പറഞ്ഞയക്കണം, ഓതിപ്പടിക്കണം, മുത്താലിമായി വളരണം, പിന്നീട് ഉസ്താദാകണം. എന്നാൽ പിന്നെ അങ്ങനെ ആ മേഖലയിൽ നീങ്ങിയാൽ പിന്നെ ഒരിക്കലും മറന്നുപോകാൻ സാധ്യതയില്ല. അല്ലാത്ത സമയത്തൊക്കെയും മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതിന്റെ അവസ്ഥകൾ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞങ്ങൾ പോയവിടെ ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ കാലിയാർ പറഞ്ഞു ഹാഫിലാക്കി വിട്ടാൽ പോരാ, അതിനുശേഷം അവർക്ക് ഒരു ദർസിന്റെ സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം, ദർസിലേക്ക് തീർക്കണം, പിന്നെ ഭൗതികമായി അങ്ങോട്ട് തിരിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മളെ പ്രസിഡന്റിനോടാ പറഞ്ഞു, എന്നോടല്ല, കാലിയാർ പ്രസിഡന്റിനോടാ പറഞ്ഞത്. അങ്ങനെ ആത്മീയമായ ഭാഗത്തേക്ക് തിരിക്കണം അവരെ, ഇല്ലെങ്കിൽ അവർ പഠിച്ച ഇൽമ മറന്നുപോകും. മറഞ്ഞുപോയാൽ അതിനേക്കാളും വലിയ ഡേഞ്ചറാണ്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെയും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയല്ല, പക്ഷേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. അൽഹംദുലില്ലാ ഈ 3 മക്കളും ഇന്നലെ മിനിയാന്നൊക്കെ പിടിച്ച് ഉസ്താദ്, ഞാൻ പറഞ്ഞു ഇഫ്ദിന്റെ ഉസ്താദ് നാളെ വരും, ഉസ്താദ് ഞങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, ഉസ്താദ് നാളെ വന്നിട്ട് ഇഫ്ദിന്റെ ഉസ്താദ് ഞങ്ങളെ നാളെ പുറത്താക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഏതായാലും എടുക്കണം, ഞങ്ങൾ പഠിക്കാൻ റെഡിയാണ്. ഒരാഴ്ച എൻ്റെ ബാക്കിൽ കൂടുന്ന ഈ 3 കുട്ടികളും, പ്രത്യേകിച്ച് നമ്മുടെ നാസറിന്റെ കുട്ടി, ഈ കുട്ടി കുറേ എത്ര 2ാം ക്ലാസ് ഉണ്ടാകുമ്പോൾ പറയും എന്നെ ഹാഫിലാക്കണം, എന്നെ മദ്രസ 2-ലുണ്ടാകുമ്പോൾ ഹാഫിലാക്കണം. അല്ലാഹു തആല ഹാഫിലാക്കുമാറാകട്ടെ, നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകുമാറാകട്ടെ. ഇനി ഞാൻ പറയുന്നു, ദർസ് ഇവിടെ നടക്കുന്നുണ്ട്, ഉസ്താദുൽ മദ്രസ ഇവിടെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അതെങ്ങനെയോ പോകുന്നുണ്ട് അല്ലെ, അതെങ്ങനെയോ മുമ്പോട്ട് പോകുന്നുണ്ട്. വലിയ കടങ്ങളും ഭാരങ്ങളൊന്നും വരാതെ അൽഹംദുലില്ലാഹ് ഈ പള്ളിയുടെ ബർക്കത്ത് കൊണ്ടോ, അല്ല ചുറ്റുഭാഗത്ത് കിടക്കുന്നവരുടെ ബർക്കത്ത് കൊണ്ടോ, അല്ലെ ആരോ സുജൂദ് ചെയ്ത മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ടോ, അല്ലെങ്കിൽ ദർസ് നടത്തിയ മുമ്പത്തെ ഉസ്താദുമാരുടെ ബർക്കത്ത് കൊണ്ടോ അതിങ്ങനെ പോവാൻ, കടമില്ലാതെ തട്ടാണ്ട് മുട്ടാണ്ട് റാഹത്തിൽ പോവാൻ. ഇപ്പൊ ഭാരം കൂടുകയാണ്. ഇനി ഒരു ഉസ്താദിന്റെ ആവശ്യമുണ്ട്. ഇഫ്ദിൽ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ നാട്ടിലെ കുട്ടികൾ മാത്രമല്ല, നമുക്ക് കുറഞ്ഞ കുട്ടികൾ നാട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ കുറച്ച് പുറത്തെങ്കിലും എടുക്കണ്ടേ? അങ്ങനെ എടുത്ത് ആ കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ മുത്താലിമിങ്ങളെ പോലെയല്ല. കാരണം ഇഫ്ലാക്കാൻ നല്ല പണിയും, അത് ഇരുന്ന് ഒറ്റക്കാലിരുന്ന് ഇങ്ങനെ ഓതി പഠിക്കണം. ആ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ടെൻഷൻ കയറും, പിന്നെ വയ്ക്കാൻ വേണ്ടി അതിലെ പോയാൽ പിന്നെ വൈകിട്ട് വെത്തുണ്ടാവില്ല. ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതൊരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആ കുട്ടി അങ്ങോട്ട് പോയാൽ പിന്നെ വെത്തുണ്ടാവില്ല. അതുകൊണ്ട് ഇഫ്ദുൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭക്ഷണ സൗകര്യം ഇവിടെ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം കൂടി ഒന്നും കൂടി പറയാം. ഉണ്ടാക്കാൻ ഒരു ഉസ്താദെ പിന്നെ ഒരു 10 കുട്ടികൾ അവന് 25 മുത്താലിമിനെ ബാക്കി വെക്കുന്ന വേണ്ട, അവർക്കുണ്ടാക്കാം. ആ ഒരു ചിന്ത ഒഴിവാക്കണം. കാരണം 19 കൊല്ലമായി നാട്ടിൽ ഭക്ഷണം കൊടുക്കുന്നത് ആ ഉമ്മാർക്ക് എടുക്കുന്ന ബർക്കത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അത് നാട്ടിലേക്ക് ബർക്കത്താണ്, ഈ വീട്ടിലെ ഇസ്സത്താണ്, ഓരോ വീട്ടിലെയും ഇസ്സത്താണ്, ഓരോ വീട്ടിലേക്കുള്ള ബർക്കത്താണ്. ആ ബർക്കത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഭക്ഷണം ഉണ്ടാക്കിയ ക്യാൻറ്റീനിലൊക്കെ വലിയ ക്യാൻറ്റീനൊക്കെ റെഡിയാണ്, എല്ലാം റെഡിയാണ്. പക്ഷേ പാരമ്പര്യം നഷ്ടപ്പെടുത്തരുത്. മുത്താലിമീങ്ങളെ പാരമ്പര്യം, നമ്മുടെ നാട്ടിലെ ആ പാരമ്പര്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് കഴിയുന്ന ഉമ്മമാരൊക്കെ അങ്ങനെ തന്നെ ഭക്ഷണം കൊടുക്കണം. ഇനി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ ബാക്കിയുള്ള മുത്താലിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ക്യാൻറ്റീനിലാക്കാം. ഏതായാലും ഇരിക്കട്ടെ, ഇങ്ങനൊക്കെ വരുമ്പോൾ വലിയ ചെലവ് വരും. ഇത് ഏറ്റെടുക്കേണ്ടത് നമ്മളാണ്.
നമ്മളാണ് ഏറ്റെടുക്കേണ്ടത്. ഇനി മറ്റേ ജമാഅത്ത് കാട്ടുക അവിടെ കോളേജ് വേറെയുണ്ട്, ഇങ്ങോട്ട് പോയി അവിടെ കോളേജ് വേറെ, അങ്ങോട്ട് പോയി മുഹിമാത്ത് അങ്ങോട്ട് വേറെ, ഇങ്ങോട്ട് പോയി മജീദ് കഞ്ഞിത്ത് ഉസ്താദ് അക്കാദമി വേറെ അല്ലെ, അങ്ങോട്ട് പോയാൽ മലബാറും സായിലൊക്കെ അങ്ങോട്ട് നാട്ടുകാർ ഏറ്റെടുക്കാനാവില്ല. നമ്മളെ നാട്ടുകാർ ഏറ്റെടുത്ത് നടത്തലല്ലാതെ ഇനി മറ്റൊരു നാട്ടിൽ പ്രതീക്ഷിച്ച് കാര്യമില്ല. എല്ലാ നാട്ടുകാരും നമ്മുടെ നാട്ടിലേക്ക് വരാറില്ലേ? വിശുദ്ധ റമദാൻ ഈ നാട്ടിലേക്ക് വരാത്ത ഏതെങ്കിലും ഒരു സ്ഥാപനം ബാക്കിയുണ്ടോ? എല്ലാ സ്ഥാപനക്കാരും നമ്മുടെ നാട്ടിലേക്ക് വരും, എല്ലാവരും സഹകരിക്കും ഇൻഷാ അല്ലാഹ്. ഇതുപോലെ നമ്മുടെ നാട്ടുകാർ ഇനി മുന്നിട്ടിറങ്ങണം. ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും നാട്ടുകാർ ഏറ്റെടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 10 കുട്ടികളെ ഹിഫ്ദുൽ ഖുർആനിൽ വളർത്തുമ്പോൾ ഒരു കുട്ടിയെ ഞാൻ ഏറ്റെടുക്കാം. ഒരു കൊല്ലത്തെ ഭക്ഷണം ഒരു കുട്ടിയുടെ മുഴുവൻ ചെലവും അൽഹംദുലില്ലാഹ് എന്റെ മോനെ ഹാഫിളാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, എന്റെ മോനെ ഹിഫ്ദ് പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, അതിന് പകരം ഞാനൊരു കുട്ടിയെ ഏറ്റെടുക്കാം എന്നൊരു നല്ല ചിന്ത എന്റെ നാട്ടുകാരുടെ മനസ്സിലുണ്ടാകണം. അതിനർത്ഥം നിങ്ങൾ സഹായിച്ചിട്ടില്ല എന്നല്ല, നിങ്ങളെ സഹായമാണ് ഈ കാണുന്നത് മുഴുവനും. ഇത് മുഴുവനും നിങ്ങളെ സഹായമാണ്, എന്റെ കഴിവല്ല, പ്രസിഡന്റിന്റെ കഴിവല്ല, സെക്രട്ടറിന്റെ കഴിവല്ല, ഇതാരുടെയും കഴിവല്ല, നിങ്ങളുടെ സഹായമാണ് ഈ കാണുന്നത് മുഴുവനും. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, എനിക്ക് എന്റെ മക്കളെ ഹാഫിളാക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് മരിച്ചാലും എന്റെ ഖബറിലേക്ക് ഫലം കിട്ടണം ഇൻഷാ അല്ലാഹ്. വളരെ ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ തുടങ്ങിയ, ഞാൻ പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ആവശ്യമാണ്. ഈ സ്ഥാപനം വളർന്നു വരുമ്പോൾ സന്തോഷിക്കുന്നത് നമ്മളല്ല, നമ്മളെ ഇരട്ടിയായി സന്തോഷിക്കുന്നത് ഈ കാണുന്ന ഖബറാളികളാണ്. ഈ കാണുന്ന ഖബറാളികളാണ് സന്തോഷിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഇവിടെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖബറാളികളാണ് സന്തോഷിക്കുന്നത്. എന്റെ വാപ്പ സന്തോഷിക്കാൻ, എന്റെ ഉമ്മ സന്തോഷിക്കാൻ, ഈ കിടക്കുന്ന ഖബറാളികൾ സന്തോഷിക്കാൻ ഇൻഷാ അല്ലാഹ് ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവ് അത് ഞാൻ ഏറ്റെടുക്കാം എന്ന നല്ല ചിന്തയോടെ നിങ്ങൾ ഇതുവരെ മുമ്പോട്ട് വന്നതുപോലെ ഇനിയും മുമ്പോട്ട് വന്ന് പൂർണ്ണമായ സഹായ സഹകരണം നിങ്ങളെ പക്കൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉദവി ഉസ്താദ് ഇപ്പോൾ വരും. അതിനു മുമ്പ് ദാരിമി ഉസ്താദ് 2 വാക്ക് സംസാരിക്കും. നമ്മളെ പുതിയ ഉസ്താദ് 2 വാക്കിൽ പരിചയപ്പെടാൻ വേണ്ടി സംസാരിക്കും. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു തആല എല്ലാം നമ്മുടെ പക്കൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ, എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ നല്ലതിനോട് സഹകരിച്ച് നല്ലവരായി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചെയ്ത എല്ലാ സഹകരണങ്ങളും നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും സഹകരിച്ചവർ എത്രയാണ്, കല്ല് തന്നവർ, കമ്പി തന്നവർ, സിമെന്റ് തന്നവർ. ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ വലിയ മലയായിരുന്ന ഈ മലകളൊക്കെ തട്ടി നിരപ്പാക്കി അതിനുവേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ എല്ലാം നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാവർക്കും നീ ഇസ്സത്ത് നിലനിർത്തി തരണം റഹ്മാനെ. ഓരോരുത്തരെ കാണുമ്പോൾ മുഖം നോക്കി പുഞ്ചിരിക്കുന്നു, കാണുമ്പോൾ വളരെ ഇസ്സത്ത് കാണുന്നു, അടുത്തറിയുമ്പോൾ മനസ്സ് പൊട്ടിക്കരയുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ കാണുമ്പോൾ സന്തോഷമാണ്. എന്തൊക്കെ വിഷമങ്ങളാണ്, കാണുമ്പോൾ സന്തോഷമാണ്, മനസ്സിന്റെ ഉള്ളിൽ പൊട്ടിക്കരയുകയാണ്. നേർന്ന പ്രശ്നങ്ങളാണ്. അർഹമുർ-റാഹിമായ റബ്ബി സരസിന്റെ ബഹുമാനം കൊണ്ട്, ഈ പള്ളിയുടെ ബഹുമാനം കൊണ്ട്, ഈ സരസിൽ ഒരുമിച്ച് കൂടിയവരും, ഈ പരിപാടിക്ക് സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രത്യേകിച്ച് സ്വാഗത സംഘത്തിന്റെ പ്രവർത്തകർ, അതിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സഹകരിച്ചവർ, അറച്ചും മറിയും തന്നവർ, പല നിലക്കും പൈസ തന്ന് സഹകരിച്ചവർ, ഈ ബിൽഡിങ്ങിന് വേണ്ടി സഹായിച്ച നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ, അല്ലാഹ് ഞങ്ങൾക്ക് എന്താണ് അവർക്ക് പറയാൻ നന്ദിയുടെ വാക്കുകളില്ല. ഞങ്ങൾ ഒരൊറ്റ വാക്കുകൊണ്ട് നന്ദി പറയാൻ നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. നാളെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ ഖബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അമലായി ഇനി മാറ്റി തീർക്കണം റഹ്മാനെ. ഒരു അമലുമില്ലാത്ത ഞങ്ങളെ ഇത്തരം സ്വതക്കന്റെ ബറക്കത്ത് കൊണ്ട് ഈ ബിൽഡിങ്ങിന് വേണ്ടിയും, മീരയുള്ള പള്ളിയുടെ മദ്രസയുടെ ബിൽഡിങ്ങിന് വേണ്ടിയും, അവിടെ ഇന്റർലോക്കിന് വേണ്ടിയും, ഈ പള്ളിയുടെ കാർപ്പറ്റിന് വേണ്ടിയും, മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ, അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂലാക്കി തരണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകി ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ കുടുംബക്കാരെ ഖബറാളികൾക്കും നീ നൽകണം റഹ്മാനെ. സുഖമില്ലാതെ കിടക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിലും കുടുംബത്തിലുമുണ്ട്. നീ പൂർണ്ണമായ ശിഫ നീ നൽകണം റഹ്മാനെ, പൂർണ്ണമായ ശിഫ നീ നൽകണം റഹ്മാനെ, പൂർണ്ണമായ ശിഫ നീ നൽകണം റഹ്മാനെ. രോഗം തന്ന് ഞങ്ങൾ ആരും നീ പരീക്ഷിക്കല്ല അല്ലാ. സബർ കുറഞ്ഞ, ഈമാൻ കുറഞ്ഞ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ, നീ പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ. ഇരുവീട്ടിലും സലാമത്ത് നൽകണേ അല്ലാ, സആദാത്തു ദാറൈനി നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. പൈശാചിക അടങ്ങേറുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ, സിഹ്റുണ്ടോ ബാത്തിലാക്കണേ അല്ലാ, രോഗമുണ്ടോ ശിഫയാക്കണേ അല്ലാ. പൂർണ്ണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ. അല്ലാ മരണം വരെ അതിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തു, പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത്, ദർസിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത്, ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത്, അവസാനം മരിക്കുന്ന സമയത്ത് നല്ലൊരു സ്ഥലത്ത് വെച്ച്, നല്ലൊരു സമയത്ത് വെച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞാൻ ഗൾഫിൽ പോയപ്പോൾ അൽ-വറഖ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു അറബിയെ കണ്ടു. അദ്ദേഹത്തിലേക്ക് 4 ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട് അവിടെ. ഈ 4 ഹിഫ്ദുൽ ഖുർആൻ കോളേജിലും പോയി അദ്ദേഹം ദിവസം ഓരോ സ്ഥാപനത്തിൽ ഇരിക്കുകയാണ്. മുത്താലിങ്ങൾ ഓതുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ കേൾക്കുകയാണ്. മുത്താലിമീങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ മാത്രം പോവാൻ, മുത്താലിങ്ങൾ മറക്ക് പോകുമ്പോൾ മാത്രം പോവാൻ. എന്നിട്ട് മുഴുവൻ സമയം പാതിരാ സമയത്ത് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് കുട്ടികളെ കൂടെ ഇങ്ങനെ ഇരുന്ന് അവിടെ ഇങ്ങനെ ഉറക്കൊഴിഞ്ഞ് ഓത്തിങ്ങനെ കേൾക്കാൻ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി.
15 ദിവസക്കാലം അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുറ്റത്ത് ദുബായിലെ അൽവറക്കിൽ ഞങ്ങൾ പോയി ക്യൂ നിന്നവിടെ. കാരണം ഇദ്ദേഹത്തിന് വെക്കുന്ന ഒരു പള്ളിയുടെ ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തിറങ്ങിയില്ല. ഒരു ദിവസം കുട്ടികളെ നാട്ടിലിറക്കിയ ദിവസമാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടർ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. എനിക്ക് മുത്തഅല്ലിമീങ്ങൾ ഓതി പഠിക്കുമ്പോൾ അവരെ കൂട്ടത്തിൽ ഇരുന്ന് എനിക്ക് മരിക്കണം. ഈ കൂട്ടത്തിൽ ഇരുന്ന് എനിക്ക് മരിക്കണം. ഹാഫിലീങ്ങൾ ഖുർആൻ മനഃപ്പാഠമാക്കുമ്പോൾ അവിടെ ഇരുന്ന് എനിക്ക് മരിക്കണം. അതിന് വേണ്ടി ദുആ ചെയ്യണം. ഇദ്ദേഹം ഈ പറയുന്ന വാക്ക് കേട്ട് ഞങ്ങൾ കരഞ്ഞുപോയി. ഞങ്ങൾ വല്ലാത്ത വിഷമിച്ചു പോയി. അങ്ങനെ കുറെ സങ്കടം അദ്ദേഹം പറഞ്ഞ് കരയുന്ന കൂട്ടത്തിൽ ഇതുപോലത്തെ ഒരു പള്ളി ഞങ്ങൾക്കും ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം അപ്പുറം ഇപ്പുറം തിരിഞ്ഞു നിൽക്കാതെ വലിയ ഒരു സദഖയാണ് ഞങ്ങൾക്ക് അദ്ദേഹം തന്നത്. അങ്ങനെ പലവരും പല നിലക്കും മരിക്കാൻ ഉദ്ദേശിക്കുന്നവര് അല്ലാഹ് ഞങ്ങളെ മരണം നല്ലൊരു സമയത്താക്കി തരണം റഹ്മാനെ, നല്ലൊരു സ്ഥലത്ത് വെച്ചാക്കി തരണം റഹ്മാനെ. ആ സമയം എത്തുമ്പോൾ ഞങ്ങൾക്ക് ഇനി അറിയിച്ചു തരണേ അല്ലാഹ്. അക്കടവാടികളെ പൊരുത്തപ്പെടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ ഉറക്കെ കലിമ ചൊല്ലി മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഖബറാളികൾ നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ഖബർ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഉപ്പമാര്, ഞങ്ങളെ ഉമ്മമാര്, ഞങ്ങളെ കുടുംബക്കാർ പലവരും മൗത്തായി പോയവരുണ്ട്. ഖബറിൽ നീ സന്തോഷം കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെ മുത്തുനബിന്റെ ശഫാഅത്തിലായി നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ആരും പോകരുത്. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ നടക്കാനുണ്ട്. അപ്പോഴേക്ക് ഏകദേശം ഖലീൽ ഉദവി ഉസ്താദ് അവர்கள் എത്തും. അതൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒന്നിച്ച് പിരിയാം. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സയ്യിദ്